മുഖ്യമന്ത്രിയെ പോലും അവഹേളിച്ച് സംസാരിക്കത്തക്ക രീതിയിലുള്ള അഹംഭാവം കാണിച്ചതുകൊണ്ടാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ അവനെന്ന് പറഞ്ഞ് സംബോധന ചെയ്തിട്ടുണ്ട്. ഈ അഹങ്കാരങ്ങളൊന്നും അത് നായർ സമുദായത്തിന് യോജിച്ചതല്ല. ആ ചില ആഠ്യത്വങ്ങളും മഹിമകൾക്കും നിങ്ങൾ വെച്ചോളൂ, പക്ഷേ അഹംഭാവം നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. ഇന്നും മന്നത്താചാര്യൻ്റെ ആ പ്രതിമയുടെ മുന്നിൽ പോയിട്ട് ഒരു പുഷ്പാർച്ചന നടത്തണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ശരി, പെർമിഷൻ എന്തുകൊണ്ട് ആർക്ക് കൊടുത്തില്ല? അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. സുരേഷ് ഗോപി പോയപ്പോഴും അല്ലെങ്കിൽ പലരും പോയപ്പോൾ എന്തിനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പോലും വന്നപ്പം അദ്ദേഹം പെർമിഷൻ കൊടുത്തില്ല. പ്രധാനമന്ത്രി അവിടെ വന്നിറങ്ങിയ സമയത്ത് അവിടെ പോയിട്ട് പോലും ഒരു ബൊക്കെ കൊടുത്തില്ല. നമസ്കാരം. പതിറ്റാണ്ടുകളായി NSSന്റെ തലപ്പത്തിരുന്ന് ഭരിക്കുന്ന സുകുമാരൻ നായർക്കെതിരെ ശക്തിയുക്തം ആഞ്ഞടിച്ചുകൊണ്ട് മേജർ രവിയും ഒരു കൂട്ടം ആളുകളും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം. NSS കോളേജ് നടത്തുന്നതിന് വേണ്ടി പലയിടങ്ങളിലും ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. NSSന്റെ മെമ്പേഴ്സിൽ നിന്നും അല്ലെങ്കിൽ NSSനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളിൽ നിന്നുമെല്ലാം പണമായോ സ്ഥലമായോ എല്ലാം സ്വരൂപിച്ചുണ്ടാക്കിയ സ്വത്തുവക തന്നെയാണിത്. ഇത് പിന്നീട് കേസിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമവ്യവഹാരങ്ങളിലും പെട്ടും അന്യാധീനമായി പോകുന്നൊരവസ്ഥ ഇപ്പോൾ NSSന് ഉണ്ടായിട്ടുണ്ട്. 199 പ്രാവശ്യത്തിലേക്ക് അധികം NSSുമായി ബന്ധപ്പെട്ട പല കേസുകളും മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ഈ കേസുകളിൽ ഒന്നിനും തന്നെ NSSലെ അനുകൂലമായ രീതിയിലുള്ളൊരു വിധി പലപ്പോഴും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വിധി പ്രതികൂലമാകും എന്ന് കാണുമ്പോഴാണ് കേസുകൾ പലപ്പോഴും മാറ്റിവെക്കപ്പെടാറുള്ളത്. ഇങ്ങനെ പല രീതിയിലും NSSനകത്ത് വലിയ വിപ്ലവാത്മകമായ അല്ലെങ്കിൽ പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. NSSൽ തൻപ്രമാണിത്തമാണ് നടക്കുന്നത്. സുകുമാരൻ നായർ എന്ന ഒറ്റയാൾ ഭരണം മാത്രമാണ് നടക്കുന്നത്. എന്തിന് മുഖ്യമന്ത്രിയെ പോലും അവൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തീരെ മര്യാദയില്ലാത്ത രീതിയിലാണ് സുകുമാരൻ നായർ പെരുമാറിയത് എന്നാണ് ഒരു പത്രസമ്മേളനത്തിൽ NSSനെതിരെ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സുകുമാരൻ നായർക്കെതിരെ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിൽ മേജർ രവി പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്. ഒരു സാമുദായിക ആചാര്യൻ എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് സുകുമാരൻ നായർ എന്നാണ് മേജർ രവി ചൂണ്ടിക്കാണിച്ചത്. സുരേഷ് ഗോപി പോലുള്ള ഒരു MP അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി NSS ആസ്ഥാനത്തെത്തിയപ്പോ അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ NSSന്റെ ആസ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള തരത്തിൽ അവഹേളിക്കുന്നതിനോ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മേജർ രവി തുടങ്ങിയത്. എന്തിന് ഉപരാഷ്ട്രപതിക്ക് പോലും NSSന്റെ ആസ്ഥാനത്തെത്തി പെരുന്നയിൽ മന്നത്താചാര്യന്റെ സ്മൃതി കുടീരത്തിൽ ഒരു പുഷ്പാർച്ചനയ്ക്ക് പോലും അവസരം കൊടുത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തെ അവിടെ പോയി കണ്ട് സന്ദർശിച്ച് ഒരു ബൊക്ക കൊടുക്കാൻ പോലും ഈ സുകുമാരൻ നായർക്ക് സാധിച്ചില്ല. അത്രത്തോളം ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തിയാണ് സുകുമാരൻ നായരുടെ ഉള്ളിൽ ഉള്ളത് എന്നാണ് മേജർ രവി ചൂണ്ടിക്കാണിച്ചത്. ഒരു സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നതിലുപരി മറ്റ് എന്ത് തരത്തിലുള്ള യോഗ്യതയും പദവിയുമാണ് സുകുമാരൻ നായർക്കുള്ളത് എന്നാണ് മേജർ രവി തന്റെ വാക്കുകളിലൂടെ പറയാതെ പറഞ്ഞു വെച്ചത്. സമുദായം എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ വ്യവസ്ഥിതിക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഒരു സമുദായത്തിലുള്ള ആളുകൾ മറ്റുള്ള സമുദായങ്ങളോടും കൃത്യമായ രീതിയിൽ സൗഹാർദ്ദപരമായ രീതിയിൽ പെരുമാറേണ്ടതുണ്ട്. അതാണ് മാന്യത, അതാണ് മര്യാദ. എന്നാൽ ഇത്തരം മര്യാദകളൊക്കെ പലപ്പോഴും ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് സുകുമാരൻ നായരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മേജർ രവി എടുത്തു പറയുന്നു. തൻ പ്രമാണിത്വവും അഹങ്കാരവും തൻ പോരിമയുമാണ് സുകുമാരൻ നായരെ നയിക്കുന്നത്. അത് ഒരു കാരണവശാലും NSS എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. മന്നത്താചാര്യനെ പോലെ മഹാനായ ഒരു വ്യക്തി രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനം ഇന്ന് പല സ്വാർത്ഥമതികളുടെ കൈകളിൽ പെട്ട് ഞെരിഞ്ഞമർന്ന് ആ പ്രസ്ഥാനത്തിന്റെ തന്നെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അത്ര ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെയാണ് താൻ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഇത് ഏതെങ്കിലും അധികാരമോഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടവുമായി പ്രവർത്തിക്കുന്നതോ അല്ല. ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിലുപരിയായി ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. താനും ഒരു നായർ തന്നെയാണ് എന്നാണ് മേജർ രവി വ്യക്തമാക്കിയത്. എന്തായാലും ഇത്തരം പ്രവണതകൾ സമുദായത്തിനകത്ത് നല്ലതല്ല. രാഷ്ട്രീയക്കാരെ പ്രേരിപ്പിച്ചു നിർത്തുക അല്ലെങ്കിൽ
വോട്ട് ബാങ്ക് കാണിച്ച് രാഷ്ട്രീയക്കാരെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ തോൽപ്പിച്ചു കളയും, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ജയിക്കില്ല എന്നൊക്കെ തരത്തിലുള്ള ചില ഭീഷണിപ്പെടുത്തലുകളും ചില കച്ചവടങ്ങളുമാണ് ഇവരെയൊക്കെ നിലനിർത്തുന്നത്. ഇവരുടെ സ്ഥാനമാനങ്ങൾ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പരിമിതിക്കപ്പുറത്തേക്ക് എന്തൊക്കെയോ വലിയ ആളുകളാണ് എന്നുള്ളതാണ് ഇവരുടെ ധാരണ എന്നാണ് മേജർ രവി തന്റെ വാക്കുകൾക്കിടയിൽ പറയാതെ പറഞ്ഞു വച്ചത്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശനെ പോലും അവൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു സമുദായത്തിന്റെ ആചാര്യൻ സംസാരിക്കുമ്പോൾ തീർത്തും മര്യാദരഹിതമായ ഒരു പെരുമാറ്റവും സംഭാഷണ ശൈലിയുമാണ് സുകുമാരൻ നായരിൽ നിന്നുണ്ടായത് എന്ന് തന്നെയാണ് മേജർ രവി എടുത്തു പറഞ്ഞത്. ഒരു സമുദായത്തിന്റെ ആചാര്യൻ മറ്റുള്ള അധികാരത്തിലിരിക്കുന്ന എല്ലാ ആളുകളുമായും അധികാരം ഇല്ലാത്ത ആളുകളുമായും സമരസപ്പെട്ടു പോകേണ്ടത് തന്നെയാണ് ആവശ്യം. മാതൃകാപരമായി പെരുമാറേണ്ട ആൾ തന്നെയാണ്. സമുദായത്തിലെ മറ്റംഗങ്ങൾക്കെല്ലാം മാതൃകയായി നിൽക്കേണ്ട ആൾ കൂടിയാണ്. എന്നാൽ സുകുമാരൻ നായർ ഇതിനെല്ലാം വിഭിന്നമായി തന്നെയാണ് നിലകൊള്ളുന്നത്. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എങ്ങനെ പെരുമാറാൻ പാടില്ല, എങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമായി ഉയർത്തി കാണിക്കാവുന്നതിൽ ഇന്ന് NSSലുള്ള ഏറ്റവും വലിയ നേതാവ് സുകുമാരൻ നായർ തന്നെയാണ് എന്ന് മേജർ രവി പരിഹാസരൂപേണ സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് നേരെ NSSന്റെ പരമാചാര്യനായ സുകുമാരൻ നായർ നടത്തിയ ചില പരാമർശങ്ങളും ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്. വി ഡി സതീശൻ സുകുമാരൻ നായരെ കാണാൻ കൂട്ടാക്കിയില്ല. സുകുമാരൻ നായർ ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്തില്ല. പിന്നീട് സെക്രട്ടറി വഴി ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. ഇനി എനിക്ക് കാണണമെന്നില്ല എന്നൊക്കെയാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അതായത് സുകുമാരൻ നായർ ഉദ്ദേശിക്കുന്ന സമയത്ത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ല എങ്കിൽ ഇനി സുകുമാരൻ നായർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണേണ്ടതില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സൗകര്യം അനുസരിച്ച് എന്നെ കാണാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ കാണാൻ എനിക്ക് സൗകര്യമില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് സുകുമാരൻ നായർ പറഞ്ഞു വെച്ചത്. അപ്പൊ എത്രത്തോളം അഹങ്കാരവും ധാർഷ്ട്യവും കലർന്ന രീതിയിലാണ് അന്ന് അദ്ദേഹം പെരുമാറിയത് എന്നുള്ളത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ കേരളീയർക്കും മനസ്സിലാകും. എന്തായാലും NSSനോ സുകുമാരൻ നായർക്കോ എതിരെയുള്ള ഒരു നിലപാട് ഞങ്ങൾക്ക് ആർക്കുമില്ല. ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അത് ഒട്ടുമില്ല. പക്ഷെ മേജർ രവി ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചപ്പോൾ അതിൽ ചില വസ്തുതകൾ ഉണ്ടായിരുന്നു. വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഞങ്ങളും നേരത്തെ സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ വസ്തുത ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും മേജർ രവി കൂട്ടാളികളും ചേർന്ന് സുകുമാരൻ നായർക്കെതിരെ നടത്തുന്ന ഈ യുദ്ധം അല്ലെങ്കിൽ ഈ കൂട്ടായ്മ എവിടെ വരെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കും. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതായിട്ടുള്ള കുറച്ച് ആളുകളെ അതിൽ മെമ്പേഴ്സാക്കി അവർക്ക് വോട്ടധികാരം കൊടുത്തുകൊണ്ട് ഈ അട്രോസിറ്റീസ് നടക്കുന്നു. ഓക്കെ, യു ഡു ഇറ്റ്. ബട്ട് മൈ കൺസേൺ ഈസ് ദാറ്റ് സോ മെനി കോളേജസ് ഈ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ സമുദായത്തിൽ എഴുതി വച്ചിരിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. NSS ഹിന്ദു കോളേജ് എന്നാണ്. അതിനകത്ത് വെറും നായന്മാർക്ക് മാത്രമുള്ളതല്ല, അത് ഹിന്ദുക്കൾക്കും കൂടി ഉള്ളതാണെന്നുള്ളത് ആ ബോർഡ് പോലും എഴുതി വെച്ചിട്ടില്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ നായരെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാതെ നായരായാലും ശരി, SNDP ആണെങ്കിലും ശരി, ഇവരെല്ലാവരും നടത്തുന്ന അത് ആ സമുദായത്തിന് വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അന്നത്തെ ആചാര്യൻ്റെ ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് NSS ഹിന്ദു കോളേജ് എന്ന്. അതിനകത്ത് എല്ലാ ഹിന്ദുക്കൾക്കും ഏത് ജാതിക്കാർക്കും പെർമിഷനുണ്ട്. പക്ഷെ അതിനെപ്പോലും നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇന്ന് നിങ്ങൾ ഓരോ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒറ്റപ്പാലത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ കോളേജിൽ വിസിറ്റ് ചെയ്യുകയുണ്ടായി. കാട് പിടിച്ച് കിടക്കുന്ന ഏക്കറോളം കിടക്കുന്ന സ്ഥലങ്ങൾ, ഇതിനെ ഒരു വിധത്തിലും ഒരു മെയിൻ്റനൻസും ചെയ്യുന്നില്ല. ശുചിത്വം എന്ന് പറയുന്ന 7 അയലത്തൂടെ പോയിട്ടില്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും ഫണ്ടുള്ള ഒരു സ്ഥാപനത്തിൽ ആ കുട്ടികൾക്ക് അന്തസ്സോടുകൂടി പറയാം ഞാൻ ഇന്ന NSS കോളേജിൽ പഠിക്കുന്നു എന്ന് പറയാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്തിന് പെരുന്നയിൽ പോലും ഇവരുടെ ആസ്ഥാനത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോസ്പിറ്റലിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. സോ ഒരു വിധത്തിലും ഈ സമുദായത്തിൽ നിന്നുള്ള ജനസമുദായത്തിൽ ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഭരണമാണ് ഈ മുന്നോട്ട് പോകുന്നത്. അതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു പുതിയ ഒരു രൂപീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയെ തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, അദ്ദേഹം തന്നെ മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു ബദൽ വേണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇങ്ങനൊരു സംഘടനയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്.
ഞാൻ മുന്നോട്ട് വെച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു വിധത്തിലുള്ള ഇൻട്രസ്റ്റ് ചെയ്തു ഒരു നായർ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംസാരം എന്നുള്ളത് മാത്രം. അതിനു വേണ്ടിയിട്ട് എന്നോട് വരാൻ പറഞ്ഞതുകൊണ്ടും ശരി, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തിരിക്കും. അതിൻ്റെ ആദ്യം ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഇത് തുടങ്ങി വെക്കുന്നത് ഇന്നും മന്നത്താചാര്യൻ്റെ ആ പ്രതിമയുടെ മുന്നിൽ പോയിട്ട് ഒരു പുഷ്പാർച്ചന നടത്തണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ശരി, പെർമിഷൻ എന്തുകൊണ്ട് ആർക്ക് കൊടുത്തില്ല? അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. സുരേഷ് ഗോപി പോയപ്പോഴും അല്ലെങ്കിൽ പലരും പോയപ്പോൾ എന്തിനാ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പോലും വന്നപ്പം അദ്ദേഹം പെർമിഷൻ കൊടുത്തില്ല. പ്രധാനമന്ത്രി അവിടെ വന്നിറങ്ങിയ സമയത്ത് അവിടെ പോയിട്ട് പോലും ഒരു ബൊക്കെ കൊടുത്തില്ല. അപ്പം ഇങ്ങനെയുള്ളത് അത് ആരാണെങ്കിൽ ഏത് പാർട്ടി എന്നല്ല, പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോലും അവഹേളിച്ച് സംസാരിക്കത്തക്ക രീതിയിലുള്ള അഹംഭാവം കാണിച്ചതുകൊണ്ടാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ അവനെന്ന് പറഞ്ഞ് സംബോധന ചെയ്തിട്ടുണ്ട്. ഈ അഹങ്കാരങ്ങളൊന്നും അത് നായർ സമുദായത്തിന് യോജിച്ചതല്ല. ആ ചില ആഠ്യത്വങ്ങളും മഹിമകളും നിങ്ങൾ വെച്ചോളൂ, പക്ഷേ അഹംഭാവം നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. ഇതിനോടൊക്കെയാണ് ഞാൻ എതിർക്കുന്നതും ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ മുന്നിൽ നിൽക്കാനും ഞാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഈ മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഇത് ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്.